വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എന്തെങ്കിലും ഒരു വരുമ്പോൾ സാധാരണ നോവലിന്റെ എല്ലുപൊട്ടി പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഗായ്സ്. ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളും അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം. ഹലോ ഗൈസ്, വെൽക്കം. മതി, ഇൻട്രോ പറഞ്ഞ മതി. അപ്പൊ ഇന്നത്തെ രാത്രിത്തെ ചെറിയൊരു വ്ളോഗ് ആട്ടോ എടുക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒന്നുമില്ല, ചെറിയൊരു നൈറ്റ് വ്ളോഗ് ആട്ടോ. അതായത് ഇപ്പം സത്യമായിട്ടും കൈക്ക് സുഖമില്ലാത്തത് കൊണ്ട് പണിയെല്ലാം ഉമ്മയാണ്. പക്ഷേ ഈ കൈയോടെ ലെഫ്റ്റ് ഹാൻഡിലോട് പറ്റുന്ന രീതിയിലെല്ലാം ഉമ്മനെ ഹെൽപ്പ് ആക്കിയിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ ഇവിടെ പഠിപ്പാണുള്ളത്, കിച്ചണിൽ കുറച്ച് പണിയുണ്ട്. അപ്പം ഈ ഒരു കൈയോട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. വീഡിയോ ഒക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കാണുന്നുണ്ട്, മോശമില്ലാത്ത ആൾക്കാർ കുറച്ച് ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ കൂടിയും അവർ ലൈക്കും ചെയ്യുന്നില്ല, ഷെയറും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എന്തായാലും കാണേണ്ടവർ കാണുന്നുണ്ടല്ലോ, ജസ്റ്റ് ഒരു ലൈക്ക് കൊടുത്തൂടെ, പ്ലീസ് സപ്പോർട്ട് ചെയ്തൂടെ. വെറുതെ ഒരു ചാനൽ തുടങ്ങിയതല്ല കേട്ടോ. അതായത് അറിയാമല്ലോ, യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ഏണിങ്സിനാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം എന്നുള്ള രീതിയിലുള്ള ഒരു പിന്നെ ഗൈസ് അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയതാണ്. വെറുതെ ഒന്നല്ല കേട്ടോ, മിണ്ടാതിരിക്കും, വെറുതെ ഒന്നും തുടങ്ങിയതല്ല കേട്ടോ. അതുകൊണ്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നെയും എൻ്റെ ഫാമിലിയെയും എൻ്റെ മക്കളെയും ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതും അതുപോലെ പുറത്തു പോകുന്നതും വീട്ടിനുള്ളിലുള്ള ഒരു അങ്ങനെയുള്ളൊരു വ്ളോഗ് കേട്ടോ. അതിൽ വേറൊരു കാരണവശാലും മറ്റൊരു രീതിയിൽ ഒന്നുമില്ല, ഫാമിലി കണ്ടന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടമായി ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പം തെറ്റുകുറ്റങ്ങളിൽ ഉണ്ടാവും, കാരണം വലിയ രീതിയിൽ നല്ല വ്ളോഗേഴ്സ് ചെയ്യുന്നവരും നല്ല കേട്ടോ ചെയ്യുന്നത്. സാധാരണ നോർമലി ഫാമിലി എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അതിലൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല. വീട്ടിലുള്ള കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കൈക്ക് സുഖമില്ലായിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി കൈക്ക്. അതിന് മുന്നേ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വീണതാണ്, വണ്ടി എടുക്കുന്ന സമയത്ത് വീണതാണ്. വീണപ്പോൾ കൈയിൻ്റെ ചെറിയ വിരലിൻ്റെ എല്ല് പൊട്ടി. ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്തായിരുന്നു ഈ ഒരു അപകടം. ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ഡ്യൂട്ടി, എവിടെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നത് കണ്ണൂർ റീഗൽ ജ്വല്ലേഴ്സിലാണ്, CRA ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 1.5 മാസം റെസ്റ്റ് ആയിട്ടോ, കാരണം ഈ സംഭവം ശരിയാവാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഇന്ന് ഞാൻ അപ്പം ഇന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുത്തിട്ടാണ് വന്നത്. 1.5 മാസം, ഏകദേശം അടുത്ത മാസം 15-ാം തീയതിയാണ് ഇതിൻ്റെ ഒരു കമ്പി എടുക്കുന്നത്. അതിനുശേഷം ചെറിയൊരു ഫിസിയോതെറാപ്പി ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ബെറ്റർ ആയിട്ട് പണ്ടത്തെ പോലെ ഓടിച്ചാടി നടക്കാനാണ് ആഗ്രഹം. എനിക്ക് ഇതേപോലെ ഇങ്ങനെ ചടഞ്ഞിരിക്കുന്ന ഒരാളല്ലേ ഞാൻ. കാരണം ഞാൻ എന്താ പറയുക, എന്നെ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഓടിച്ചാടി പണിയെല്ലാം എടുത്തിട്ട് ചെയ്യുന്ന ഒരാളാട്ടോ. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു മടുപ്പാണ്. കാരണം വീട്ടിൽ ഉമ്മ ഒറ്റക്കായത് കൊണ്ട് ഹെൽപ്പ് ആക്കാനും പറ്റുന്നില്ല. പക്ഷേ ഈ കൈയോട് പറ്റുന്ന രീതിയിൽ തന്നെ ഹെൽപ്പ് ആക്കുക കേട്ടോ. പിന്നെ ഇവർ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഏറ്റവും വലിയ വിഷമം വെച്ചാൽ ഈ കൊള്ളത്തിൽ കുട്ടീനെ മൂട്ടി കെട്ടി കൊടുക്കൽ ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ. അതുകൊണ്ട് ആളെന്നെയാണ് ഞാൻ ജസ്റ്റ് ഈ കൈയോട് നെറുകി ഇങ്ങനെ എടുത്തു കൊടുക്കും, എന്നിട്ട് 2 ഇട്ട് കൊടുക്കും, പിന്നെ ആളെന്നെയാണ് കെട്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പ്രശ്നമില്ല. നോർമലി നല്ല സമയമാണെങ്കിൽ മുടിയിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വളവും തിരിവുണ്ടെങ്കിൽ പറയും ഇതെന്താ ടൈയാണ്, ഇതിലെന്താ സിറ്റിയാണ്, ഇതെന്താ കടലായിയാണ് ചോദിക്കുക. അതായത് വഴികൾ എന്ന് പറയും, മനസ്സിലായോ? നേരെ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അയച്ച് മാറ്റിക്കെട്ടില്ല, അങ്ങനത്തെ ഒരുപാട് പ്രശ്നസ് ഈ കൊള്ളത്തിൽ കൂട്ടി ചെയ്യും കേട്ടോ. അപ്പോൾ റിച്ചു അങ്ങനെ ഒന്നുമില്ല. റിച്ച് പിന്നെ വേഗം ഓൻ്റെ കാര്യം നോക്കി പോകാനായല്ലോ. ഇപ്പോൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പഠിക്കുന്നത് 6ലാട്ടോ. അപ്പം വീഡിയോസ് എല്ലാവരും കാണാം. അപ്പം അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ ഇനി പറയാനുണ്ടല്ലോ. കാരണം അങ്ങോട്ട് വീഡിയോസ് വരും. അപ്പം
ബാക്കി വീഡിയോ കണ്ടിട്ട് ടാറ്റാ. കറിക്ക് വേണ്ടതൊക്കെ ഉമ്മ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല നമ്മൾ വേളൂരി എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ, പല നാട്ടിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ നല്ല കുഞ്ഞായില ഫ്രഷ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. മക്കൾസിന് അത് ഭയങ്കര ഇഷ്ടമാണ്. നല്ലോണം ചൂടോടെ പൊരിച്ചു കൊടുത്താൽ അവർ തിന്നോളും. പിന്നെ ഉമ്മ കറി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡിലോട് പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പ് ആക്കിയിട്ടുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ശരിക്കും പറഞ്ഞാൽ പഠിച്ചത് തന്നൊരു ഭാഗ്യമായിട്ടോ. കൈകളും കണ്ണും കാലും ചെവിയും മൂക്കൊക്കെ ഒരു കൈക്ക് എന്തെങ്കിലും പറ്റിയാലും പിന്നെ തീർന്നല്ലേ. പിന്നെ എന്താ പറയുക, ഉമ്മ ശരിക്കും പൊയ്ത്തു പോയി. ഇതൊന്നും പ്രതീക്ഷിച്ചതല്ലല്ലോ. അതായത് ഇങ്ങനെയൊക്കെയായി, എന്താ പറയണ്ടേ, എപ്പോഴും എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ. പിന്നെ എന്താ ഉമ്മ ഭയങ്കര സങ്കടം കേട്ടോ. കാരണം ഉമ്മ എല്ലാ പണിയെടുക്കണം, കറി വെക്കണം, ചോറ് വെക്കണം, അടിക്കണം, വാരണം, അലക്കണം, ഒന്നും പറയണ്ട. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്നൊരു ചോറ് വാങ്ങിയിട്ട് ഞാനും ഉമ്മയും കഴിച്ചു. പിന്നെ രാത്രി ഞാൻ ഉമ്മയോട് പറഞ്ഞു നമുക്ക് ഇവിടുന്ന് പിന്നെ മീൻ കറി അങ്ങനെ എന്തെങ്കിലും, കുറേ ദിവസമായി പിന്നെ എന്താ പറയുക വായിക്ക് ടേസ്റ്റി ആയിട്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. കാരണം പെയിനും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട്. അപ്പം ഇന്ന് നല്ല വേളൂരി കറി വെച്ച്. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് എന്നെ വീഡിയോ ഒന്നും എടുക്കണ്ട, ഉമ്മക്ക് ഇഷ്ടമല്ല കേട്ടോ വീഡിയോയിൽ വരുന്നതൊന്നും. അപ്പോൾ റിച്ചു ആണ് വീഡിയോ എടുക്കുന്നത്. പക്ഷേ റിച്ചിനോട് ഉമ്മ പറയുന്നുണ്ട് അയ്യോ മോനെ നീ എന്നെ എടുക്കല്ല മോനെ, വീട്ടിലുള്ള കോലാണ് എല്ലാവരും കണ്ട്. അപ്പോൾ ഞാൻ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഇപ്പോൾ വീഡിയോ ഒക്കെ ഇങ്ങനെ തന്നെയാണ്, ആരും ഒന്നും റെഡിയായിട്ട് മാറ്റിയിട്ടൊന്നുമല്ല വ്ളോഗും കാര്യങ്ങളും എടുക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ജൈവക്കൂട്ടി ഇതാ കറിക്ക് ഇട്ടതിൻ്റെ ബാക്കി മാങ്ങ ഉമ്മ തിന്ന് എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ഭയങ്കര പുളിയാണ് മാങ്ങക്ക്, പല്ലെല്ലാം പുളിക്കും. ആൾ നിർബന്ധിച്ച് എൻ്റെ വായിലിട്ട് തന്ന കേട്ടോ. പിന്നെ എന്താ പറയുക, പഠിപ്പിക്കാനുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ പോകണം, മദ്രസയുള്ളതും അതുപോലെ സ്കൂളിലൊക്കെ ഉള്ള. പിന്നെ നല്ല പെയിൻ ഉണ്ട് കേട്ടോ. ഇത് അടുത്ത മാസം 15 വരാൻ ടൈം വന്നത് ഡോക്ടർ. പിന്നെ അതിനുശേഷം ഡ്യൂട്ടിക്ക് പോകണം. വീട്ടിലിരുന്നിട്ട് കാര്യമില്ലല്ലോ, ഒരാളെ ഇതിലൊന്നും ജീവിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളെല്ലാം പണിയെടുക്കേണ്ട ഒരു അവസ്ഥയാണ്. പിന്നെ വീടെല്ലാം എടുക്കണം, ഒരുപാട് നല്ല നല്ല ആഗ്രഹങ്ങളുണ്ട്. സ്ഥലം ആയി, അതുപോലെ കുറ്റിയടിച്ചും ഇനിയിപ്പം ഇൻഷാ അല്ലാ 1 മുതൽ തുടങ്ങാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് ഗൈസ്. അതിനിടക്കാണ് ആവശ്യമില്ലാത്ത ഒരു കാര്യം വന്നുപെട്ടത്. ഓക്കെ, എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കാം അല്ലേ. എല്ലാത്തിനും ഓരോ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ എല്ലാത്തിനും സമയമുണ്ട്. ഈ സമയം കടന്നു പോകും. ഓക്കെ, അപ്പോൾ ഉമ്മ നല്ല ചൂടോടെ അയില അങ്ങ് പൊരിക്കുന്നുണ്ട് കേട്ടോ. ഒരു അടുപ്പിൽ ചട്ടി വെച്ചിട്ടുണ്ട്. നല്ല മാങ്ങ ഇട്ടിട്ട് തേങ്ങക്കറി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മ പറഞ്ഞു പോയിട്ട് അപ്പുറം പോയിട്ട് ഇരുന്ന് ഞാൻ വെച്ചോളാന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നാലും മനസ്സ് സമ്മതിക്കില്ല ഗായ്സ്. ശരിക്കും പറഞ്ഞാൽ റൂമിൽ പോയിട്ട് പഠിപ്പിക്കാമെന്നെല്ലാം വിചാരിക്കും. പക്ഷേ ചിന്ത മൊത്തം അടുക്കളയിലായിരിക്കും. കാരണം ഉമ്മ അവിടുന്ന് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയാണല്ലോ. പിന്നെ അതെല്ലാം ഏകദേശം സെറ്റാക്കി ഞാനെന്തൊക്കെ നേരെ റൂമിലേക്ക് വന്നു. നമ്മളെ ജൈവക്കുട്ടി കുറച്ച് മദ്രസയിലെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാനുണ്ടായിരുന്നു. സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൾ പഠിക്കുകയാണ്. അതിനിടയ്ക്ക് എൻ്റെ ഷാൾ ഊരി വാങ്ങിയിട്ട് പറഞ്ഞു ഉമ്മ വീഡിയോ എടുക്കുമ്പോൾ ഫ്രണ്ടിലില്ലല്ലോ ഉമ്മ ബാക്കിലല്ലോ ഉള്ളത്, ഞാനിടട്ടെ എനിക്ക് പള്ളിയിലത്തെ ഓതാനുണ്ട് എന്നെല്ലാം പറഞ്ഞു. ആളിതാ ഓതുന്നുണ്ട് മാഷാ അല്ലാ. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ തെറ്റ് കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാം സഹിച്ച് കാണാം കേട്ടോ. എന്നിട്ട് കമൻസിൽ ഏതൊക്കെ വീഡിയോസ് വേണം, എങ്ങനെയുള്ള വീഡിയോ വേണമൊക്കെ പറയാം. അതുപോലെ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.